ഹായ്, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിന് നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോ ട്രേഡ് ചെയ്തോ റിട്ടേൺ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ലോസ് ആയി പോകുന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇത് ഡേ ട്രേഡ് ഒന്നും അല്ല കേട്ടോ, ഇൻട്രാഡേ അല്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സ്വിങ്ങോ പൊസിഷനലോ ലോങ് ടേമോ ആണ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇതിലെല്ലാം വന്നിട്ടുണ്ട്. പൊസിഷൻ സൈസിങ് വന്നിട്ടുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്സ് ഒക്കെ വാങ്ങി ഈ റീസെൻറ്റ് ടൈമിലൊക്കെ കണ്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചതിന് ശേഷം മാർക്കറ്റ് ഡൗൺ ആയിപ്പോയി പേടിയാകും അല്ലേ, പാനിക് സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. ഇതിൽ പാനിക്കിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല. വളരെ ഈസി മെത്തേഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാസീവ് മെത്തേഡാണ്. കാരണം നിങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം ഒന്ന് സ്റ്റോക്സ് നോക്കിയിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അല്ലേ. പക്ഷേ എന്നാലും നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ, ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിലോ അതിന് വേണ്ടിയുള്ളൊരു മെത്തേഡ് കൂടിയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ പാസീവായിട്ട് മെത്തേഡിലൂടെ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നവർ, SIP ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതൊക്കെ കൃത്യമായിട്ട് ഓരോന്നിലും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കേട്ടോ, സ്റ്റോക്സിൽ എങ്ങനെയാണെന്നുള്ളത്. ഒരു 5 സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. ഈ 5 സ്റ്റോക്സിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണേ? ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്ക് ആയിരിക്കണം. അതെങ്ങനെ കിട്ടും? അത് കിട്ടാനുള്ള വഴി പറഞ്ഞുതരാം. അത് കുറച്ച് പാരാമീറ്റേഴ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അത്രയും പാരാമീറ്റേഴ്സ് ഓക്കെ ആണെങ്കിൽ അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. പിന്നെ അല്പം റീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. സ്റ്റോക്സിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ടൈമിലേക്ക് വരാൻ സാധ്യതയുള്ള ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. അതെങ്ങനെയെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ മെത്തേഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല. താഴെ പോയാലും നമ്മൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമുക്ക് പൊസിഷൻ സൈസിങ് യൂസ് ചെയ്യേണ്ടത്. എത്രത്തോളം സ്റ്റോക്ക് ബൈ ചെയ്ത് വെക്കണം എന്നുള്ളതും കൂടി നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. ഈ പ്ലാനിങ് എല്ലാം ഇവിടെ ഓരോരുത്തരുടെയും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. അതിന് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് 5 സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇൻഡെക്സിൽ സെലക്ട് ചെയ്യാന്നുള്ള നിഫ്റ്റിയോ സെൻസെക്സോ അതിൽ നിന്ന് ഒരു 5 സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഡിഫറെൻറ്റ് സെക്ടേഴ്സിനാണെങ്കിൽ നല്ലത്. അതിൽ നിങ്ങൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്, ഇപ്പോൾ മന്ത്ലി സാലറി ഉള്ള ആളാണെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു എമൗണ്ട്, എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 50,000 പെർ മന്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ആളാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു 5 സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ വെച്ചിട്ട് ഓരോ സ്റ്റോക്കിലും. ഇപ്പം ഞാൻ ഈ 50,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് സാലറി തന്നെ അത്രയേ ഉള്ളൂ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് മന്ത്ലി മാറ്റി വയ്ക്കുക? എമൗണ്ട് ഒരു പ്രശ്നമേ അല്ല. എന്ത് എമൗണ്ട് ആണെങ്കിലും, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് ഒരു 4-5 സ്റ്റോക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്, ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, ഈ അലോക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, ഈ 5 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സെക്ടർ ആയിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ സെയിം ഗ്രൂപ്പ് ആവാൻ പാടില്ല. അതൊക്കെ ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഇത്രയും 5 സ്റ്റോക്ക് എടുത്തിട്ട് അതിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈക്വലി അലോക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്റ്റോക്ക് കയറാൻ വേണ്ടിയല്ല. നമ്മൾ എപ്പോഴും ഒരു സ്റ്റോക്ക്, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്തായിരിക്കും വെയിറ്റ് ചെയ്യുക? ഇതൊന്ന് കയറി കിട്ടണമല്ലോ, എന്നാൽ നമുക്ക് വിൽക്കാൻ പറ്റുമെന്നല്ലേ. ഇവിടെ നേരെ തിരിഞ്ഞൊന്ന് ചിന്തിക്കുക, ഇതൊന്ന് താഴെ കിട്ടിക്കോട്ടെ, എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം കൂടി വാങ്ങിക്കാം എന്ന് വെച്ചാൽ ആവറേജിങ് ആണ്. പക്ഷെ പേടിക്കേണ്ടതില്ല. കാരണം നോർമലി നമുക്ക് എത്ര എമൗണ്ടിന് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പൊസിഷൻ സൈസിങ് നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് എത്ര എമൗണ്ട് വരെ ആകാമെന്നുള്ളത് നമുക്ക് ശരിക്കും പ്ലാൻഡ് ആണ്. അതുകൊണ്ട് പേടി വേണ്ട. കാരണം ഈ ആവറേജിങ്ങിൻ്റെ ഒരു കുഴപ്പമുണ്ടേ, നമ്മളിങ്ങനെ ആവറേജ് ചെയ്ത് ലോസ് മേക്കിംഗ് സ്റ്റോക്സ് കുറേ ആവറേജ് ചെയ്യുന്നുള്ള ഒരു പരാതിയൊക്കെ സാധാരണ കേൾക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ വേണ്ട. ലോസ് മേക്കിംഗ് ഷെയർസ് ആകുന്നില്ല ഇവിടെ. കാരണം വെച്ചാൽ നമ്മൾക്ക് അറിയാം, ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, പിന്നെ ROE ഇതെല്ലാം നോക്കിയിട്ടാണ് വാങ്ങിക്കേണ്ടത്. ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ വേണമെങ്കിൽ ന്യൂസും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ള സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ഈ പ്രൈസ് പിന്നെയും താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധിയുണ്ട്. ഓക്കെ, ഇത്ര എമൗണ്ട് വരെ ആകാൻ പാടുള്ളൂ. എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് 1 lakh വരെ ആകാൻ പാടുള്ളൂ എന്നുള്ളൊരു പൊസിഷൻ സൈസിങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 lakh നമുക്ക് റിസ്ക് ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഒരുമിച്ചല്ല 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 50,000 എക്സാമ്പിൾ ആണെങ്കിൽ 10,000 രൂപ വെച്ചിട്ട് 10 മാസം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അപ്പം എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും? ഓരോ പ്രാവശ്യം ഡൗൺ വരുന്ന സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് ഡൗൺ ഉണ്ടെങ്കിൽ എല്ലാവരും പാനിക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെരി ഗുഡ്, നെക്സ്റ്റ് സ്റ്റോക്ക് വാങ്ങിക്കാൻ സമയമായി. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫണ്ട് വേണ്ടേ? കുറേശ്ശെ ഫണ്ട് സ്വരൂപിച്ച് വെച്ചോളൂ. മന്ത്ലി സാലറിക്കാരാണെങ്കിൽ സാലറി വരുമ്പോൾ ആ എമൗണ്ട് മാറ്റി വെച്ചോളൂ. അപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യണ്ട, മാറ്റി വെച്ചോളൂ. എന്നൊക്കെ മാർക്കറ്റ് ഡൗൺ ആവും അന്ന് വാങ്ങിച്ചാൽ മതി. കേട്ടല്ലോ? ഇത് വളരെ പാസീവായിട്ട് മെത്തേഡിൽ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്തിരി കൂടി റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് സ്റ്റോക്സ്, ചെറിയ സ്റ്റോക്സോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള 5000 ഏകദേശം 5000 സ്റ്റോക്സ് മൊത്തത്തിലുണ്ടല്ലേ, 5000 സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള യൂണിവേഴ്സിൽ ഇതുണ്ട് അല്ലേ? അപ്പം അതിൽ നിന്ന് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയ സ്റ്റോക്സോ അല്ലെങ്കിൽ ഏത് ട്രഷർ ഹണ്ടിങ് നടത്താൻ പറ്റും. നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് PMSകാരൊക്കെ ചെയ്യണം എങ്ങനെയാണ്? PMS അറിയാലോ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്. 50 ലക്ഷം രൂപയാണ് മിനിമം. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ്. അത് കീപ്പ് ചെയ്യുക, സെബിയുടെ ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെയുണ്ട് AIF, ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതൊക്കെ 1 to above ആണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷെ അതിലൊക്കെ തന്നെയും ചെയ്യാവുന്നൊരു മെത്തേഡാണ് കേട്ടോ. അതിലെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് സ്റ്റോക്സിൻ്റെ കാര്യം നോക്കാം. ഓരോ പ്രാവശ്യം ഡൗൺ വരുമ്പോൾ, എത്ര ഡൗൺ വരുമ്പോൾ അതും പ്രീ ഡിസൈഡഡ് ആയിരിക്കണം. 1% എങ്കിലും ഡൗൺ വേണം, എന്നാൽ മാത്രമേ നമ്മൾ അതിൽ വീണ്ടും ആവറേജ് ചെയ്യുള്ളൂ. അങ്ങനെ ആവറേജ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 10,000 വെച്ചിട്ട് 10 മാസം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. ഓരോ മാസം ഫണ്ട് മാറ്റി വയ്ക്കുന്നു. ഒരു സ്റ്റോക്കിലാണ് ഞാൻ പറയുന്നത്. ഫണ്ട് മാറ്റി വയ്ക്കുന്നു. ഓരോ പ്രാവശ്യം ഡൗൺ വരുമ്പോൾ 1% ഡൗൺ വരുമ്പോഴും വീണ്ടും ആവറേജ് ചെയ്യുന്നു. ഇനി അപ്പോൾ നമ്മളിരിക്കും ഈ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ആവറേജ് ഉണ്ട്. ഇനി മുകളിലേക്ക് കയറുമ്പോഴാണെങ്കിൽ ആവറേജ് ചെയ്തോളണം. ഓക്കെ, ഒരു ദിവസം ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ സ്റ്റോക്കാണ്, നമ്മൾ 10 വാങ്ങിച്ചു. അത് കയറി, കുറച്ച് കഴിഞ്ഞു കയറി, അവിടെ നിന്നൊന്ന് ഇറങ്ങി 1%. അപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് 1% അല്ലേ? അപ്പോൾ അപ്സൈഡ് ആവറേജിങ് ആയി. അതും നല്ലതാണ്, അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എപ്പോൾ 1% വരുന്നോ അപ്പോൾ നമ്മൾ വാങ്ങിക്കും. അതിനുള്ള ഫണ്ട് നമ്മളുടെ അടുത്ത് റെഡിയാക്കി വയ്ക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ മെത്തേഡാണ്. അത് ആർക്കെങ്കിലും ഇനീഷ്യലി സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഫ്രീ മെൻറ്ററിങ് സപ്പോർട്ട് ഉണ്ട്, ഞങ്ങൾ തന്നേക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നേക്കാം. നമ്മുടെ എടപ്പള്ളിയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ്. എറണാകുളത്തെ എടപ്പള്ളിയിലാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും വന്നിരുന്നോ അല്ലെങ്കിൽ ഫോണിൽ കൊണ്ട് വിളിച്ചോ ഈ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ തരുന്നതായിരിക്കും. ഫ്രീ സർവീസാണേ. അപ്പം ഇതെന്ത് ചെയ്യണം? ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഷോർട്ട് ടേം ട്രേഡേഴ്സിനാണെങ്കിലോ ഇത് നല്ല പ്രോഫിറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 20-25% ഒക്കെയാണ് ഇയർലി പ്രോഫിറ്റ് എങ്കിൽ അതാകുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് മാറാം. ക്ലിയർ ചെയ്യും? മാറേണ്ട കാര്യമില്ല. ലോങ് ടേമുകാർക്കാണെങ്കിൽ അത് സെല്ലിയേ വേണ്ട. അപ്പോൾ നമുക്ക് ഷോർട്ട് ടേംകാർക്കും ലോങ് ടേംകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണത്. വളരെ പാസീവ് മെത്തേഡാണ് കേട്ടോ. അത് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഈ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് എടുക്കുന്നതേ നമുക്ക് ഈ ഫസ്റ്റ്, അതായത് ടോപ്പ് റാങ്കിങ് ഉള്ള നിഫ്റ്റിയോ സെൻസെക്സോ എടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് റിസർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി റിസർച്ച് വേണമെന്നുണ്ടെങ്കിൽ, അറിയാമെന്നുണ്ടെങ്കിൽ, റിസർച്ച് അത്യാവശ്യം ഫണ്ടമെൻ്റൽ റിസർച്ച് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെലക്ട് ഈവൻ എനി സ്റ്റോക്ക്. ഞാൻ PMSനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല. PMSൻ്റെ മാനേജേഴ്സൊക്കെ എന്താ ചെയ്യുന്നത് അറിയുമോ? ഈ ട്രഷർ ഹണ്ടിങ്ങാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 5,000 കമ്പനീസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കമ്പനീസിൽ നിന്ന് ഏത് കമ്പനിയാണ് പെർഫോം ചെയ്യണമെന്നുള്ളത് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും അവരുടെ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടും ഒക്കെയാണ് ഇവർ സെലക്ട് ചെയ്യണത്. ഈ ട്രഷർ ഹണ്ടിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ട്രഷർ ഹണ്ടിങ് ചെയ്യാനുള്ള ഒരു റിസർച്ച് കേപ്പബിലിറ്റി ചിലർക്ക് നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഇൻഡിവിജ്വൽസിന് റീറ്റെയിലേഴ്സിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരു പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് ആ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സൈറ്റുകളൊക്കെ അവൈലബിൾ ആണല്ലേ. ഈ പാരാമീറ്റേഴ്സ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഈ പാരാമീറ്റേഴ്സ് അറിയണമെങ്കിൽ വന്നോളൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ടാവും, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. വന്നോളൂ, ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് എന്നുള്ളത്. എന്നുവെച്ചാൽ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും എടുക്കരുത് കേട്ടോ. അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നത് വെരി ബേസിക്സ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിരിക്കണം എന്നുള്ളത്. ലാസ്റ്റ് 5 yearsോ 10 yearsോ ഡേറ്റ എടുത്ത് നോക്കിയാൽ മതി. ഈ പ്രോഫിറ്റ് മേക്കിംഗ് എങ്ങനെയായിരിക്കണം? കീപ്പ് ഓൺ ഇൻക്രീസിങ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു കമ്പനി വെരി ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ? ഒരു കമ്പനി എല്ലാ വർഷവും ഫിനാൻഷ്യൽ റിസൾട്ട് അവരുടെ ആനുവൽ റിപ്പോർട്ട് ഇറക്കുമ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഇൻക്രീസിങ്. എത്ര പെർസെൻറ്റേജ് എങ്കിലും ആവട്ടെ, ഇൻക്രീസിങ് ആണ്. കീപ്പ് ഓൺ ഇൻക്രീസിങ് ആണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻക്രീമെൻറ്റിൽ തന്നെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നല്ലേ? അല്ല, ആരെങ്കിലും ലോസ് മേക്കിംഗ് കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമോ? വളരെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്ററാണ്.
അതേപോലെ ഒരു 10-12 പാരാമീറ്റർ എടുത്ത് വെച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഡയറക്റ്റായിട്ട് വരാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലത്. എറണാകുളത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന എടപ്പള്ളിയിലുള്ള ഈ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രെയിനിങ് റൂമുണ്ട്, അവിടെ ഇരുത്തി പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റോക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മ്യൂച്വൽ ഫണ്ട്സിൽ ഇതേ സംഭവം തന്നെ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് SIP ചെയ്യുന്ന ആളായാലും ലംസം ചെയ്യുന്ന ആളായാലും ശരി, മാർക്കറ്റ് ഡൗൺ വരുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടി ആഡ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ എന്താ പ്രത്യേകത? ഫണ്ട് മാനേജേഴ്സ് മാനേജ് ചെയ്തോളും അല്ലേ? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലും അങ്ങനെ തന്നെ അവർ മാനേജ് ചെയ്തോളും. നമുക്ക് നോക്കേണ്ടില്ല ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം, ഏത് സ്റ്റോക്ക് സെല് ചെയ്യണം എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. മ്യൂച്വൽ ഫണ്ട്, PMS പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്, ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, AIF, ഇതിലൊന്നും നമ്മൾ നോക്കേണ്ടതില്ല അല്ലേ? നമ്മൾ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു സെക്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ ലാർജ് ക്യാപ്പോ മൾട്ടി ക്യാപ്പോ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അവർ ചെയ്തോളും ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ തലവേനയില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഫണ്ട് റെഡിയാക്കുക, മാർക്കറ്റ് ഡൗൺ ആവോ അതിൽ കുറച്ച് ആഡ് ചെയ്ത് വെക്കുക അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? അവർക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുകയും ചെയ്യും. ഇത് ഷോർട്ട് ടേം പ്രോഫിറ്റ് എടുക്കാനോ ലോങ് ടേം പ്രോഫിറ്റ് എടുക്കാനോ, ലോങ് ടേം പ്രോഫിറ്റ് അതായത് ലോങ് ടേമിൻ്റെ പ്രത്യേകം എന്താ? നമ്മൾ സെല്ല് ചെയ്യില്ല അല്ലേ? ബൈ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഇതിങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വളരെ എന്തിനാ ഷോർട്ട് ടേമും ലോങ് ടേമും അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഷോർട്ട് ടേം എന്തിനാ? ഷോർട്ട് ടേം ഇൻകം റിക്വയർമെൻ്റ് ഉള്ള ആൾക്കാർക്കാണ് ഷോർട്ട് ടേം ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഒരു ഷോർട്ട് ടേം ഇൻകം വേണം, ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്നുള്ളവർക്കാണ് ഷോർട്ട് ടേം. അതും ഇതേപോലെ ചെയ്യാം. ലോങ് ടേമോ പ്രത്യേകിച്ച് ഇൻകം ഒന്നും പെട്ടെന്നൊന്നും അത്യാവശ്യമില്ല, പക്ഷേ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ചെയ്യണം എന്നുള്ളവർക്കാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെൽത്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഫർദർ വീഡിയോസിൽ ഇത്തിരി കൂടി ക്ലാരിറ്റി ഞാൻ തന്നോളാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയോ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഓൾവേസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ബൈ.